ഈ സന്ധിയെങ്കിൽ നമുക്ക് ക്രൂശിൻ്റെ ചില അർത്ഥതലങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു: ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ പിന്നെ ദൈവസഭയുടെ ശവപ്പെട്ടിക്ക് ആണിയടിച്ചാൽ മതി. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ധ്യാനിക്കുന്നത് ഒഴിവാക്കിയാൽ പിന്നെ പുതിയ നിയമ ആരാധനയേയില്ല. അത്രയ്ക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ദൈവസഭയ്ക്ക് പ്രാധാന്യത അർഹിക്കുന്നൊരു വിഷയമാണ്. ചില അർത്ഥതലങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ഒന്ന്, ക്രൂശ് ചരിത്രത്തിൽ വെളിപ്പെടുന്നതിന് മുൻപ് തന്നെ പിതാവായ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ വെളിപ്പെട്ടതാണ്. പിതാവായ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ പണിതെടുത്ത ക്രൂശാണ് ക്രിസ്തുവിന് വേണ്ടി ചരിത്രത്തിൽ ഇറങ്ങി വന്നത്. എങ്കിൽ നമ്മുടെ ക്രൂശുകളും അങ്ങനെയൊക്കെ തന്നെയല്ലേ? അവിചാരിതമായിട്ടല്ലല്ലോ നമ്മൾ ക്രൂശ് വഹിക്കുന്നത്. അങ്ങനെ ഒന്ന് ചിന്തിച്ചേ. ദൈവം അറിയാതെ നമുക്കൊന്നും വരികയില്ല. അപ്പം ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലെ പ്രത്യേക പ്ലാനിൻ പ്രകാരമുള്ളൊരു ക്രൂശാണ് ഇപ്പോൾ ഞാൻ വഹിക്കുന്നതെങ്കിൽ ഈ ക്രൂശിൻ്റെ പുറകിൽ നമ്മുടെ ദൈവത്തിനൊരു പ്രത്യേക പ്ലാനുണ്ട്. നാളുകളിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, നാളുകളിൽ ഒരു ജയഫേരി മുഴക്കുന്ന അനുഭവം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ പോവുകയാണ്. രണ്ട്, ക്രൂശ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ആരോടുള്ള സ്നേഹം? നമ്മളോടുള്ള, മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ വ്യക്തമായ അടയാളമാണ് ക്രൂശ് എന്ന് പറയുന്നത്. നമ്മുടെ അകൃത്യങ്ങളും പാപങ്ങളും മൂലമായി നാം നിത്യ അഗ്നിയിലേക്ക് പോകാതിരിക്കുവാൻ, നിത്യ നരകത്തിന് യോഗ്യതയുള്ളവരായിത്തീരുന്നത് പിതാവിന് സഹിക്കുന്ന കാര്യമല്ല. അവിടെ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ, നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം മൂലമായി നമുക്ക് പകരമായി തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് തൻ്റെ പുത്രൻ്റെ മേൽ ക്രൂശ് വച്ചു കൊടുക്കുന്നു. നമ്മൾ അനുഭവിക്കേണ്ടതാണ് ഇതൊക്കെ. നമ്മൾ നിത്യ യാതനയിലേക്ക് പോകേണ്ടത്, നരകത്തിലേക്ക് പോകേണ്ടതാണ്. അപ്പം നമ്മെ രക്ഷിക്കുവാൻ നമ്മളോടുള്ള സ്നേഹമാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ പിതാവായ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഘോരവനങ്ങളിലൊക്കെ തീപിടുത്തമുണ്ടാകുമ്പോൾ തീ ഇങ്ങനെ കത്തി വരുന്ന സമയത്ത് കാട്ടിലെ കാട്ടുറുമ്പുകൾ രക്ഷപ്പെടുന്ന ഒരു രീതിയുണ്ട്. ആ തീയുടെ ജ്വാല വരുമ്പോൾ ഈ കാട്ടുറുമ്പുകളെല്ലാം ഒന്നിച്ചുകൂടി പറ്റിപ്പിടിച്ചിരുന്ന ഒരു ഗോളം പോലെയാകും, ഒരു ബോള് പോലെയാകും. തീ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ ബോളിൻ്റെ ഉപരിതലത്തിലുള്ള മുകൾ ഭാഗത്തുള്ള എല്ലാ ഉറുമ്പുകളും കരിഞ്ഞു പോകും. എങ്കിലും ഉൾഭാഗത്തുള്ള ഉറുമ്പുകളെല്ലാം രക്ഷപ്പെടും. അപ്പോൾ ഉള്ളിലുള്ള ഉറുമ്പുകളെ രക്ഷപ്പെടുത്തേണ്ടതിന് വേണ്ടി ബോധപൂർവമായി അറിഞ്ഞുകൊണ്ട് തന്നെ ഉറുമ്പുകളെല്ലാം അതിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ചിരുന്ന് കരിഞ്ഞു ചാമ്പലാകുന്നത് പോലെ ബോധപൂർവമായി പിതാവായ ദൈവം തൻ്റെ പുത്രനെ യാഗമായി തീരുവാൻ, നമുക്ക് പകരം നമ്മളെ രക്ഷിക്കുവാൻ യാഗമായി തീരുവാൻ തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്ത നമ്മളോടുള്ള, മനുഷ്യനോടുള്ള പിതാവായ ദൈവത്തിൻ്റെ അദമ്യമാകുന്ന സ്നേഹത്തിൻ്റെ അടയാളമാണ് കാൽവറി ക്രൂശ് എന്ന് പറയുന്നത്. ക്രൂശിൻ്റെ വചനം അതാണ് നമുക്ക് വെളിവാക്കി തരുന്നത്. 3, സകലതും ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് നമ്മളെ പഠിപ്പിക്കുന്നത്. ചില പിതാക്കന്മാർ മരണത്തിന് മുമ്പ് പാകോടമ്പടി ചെയ്യും. മക്കൾക്ക് വേണ്ടി എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ എഴുതി തന്നിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ, ഇതാ നോക്കി, എന്നിൽ ഇനി ഒന്നും മിച്ചമില്ല, എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഊറ്റി തന്നിരിക്കുന്നു. ഒരു പടയാളി അവസാനമായി ഒരു കുന്തമെടുത്ത് തൻ്റെ വിലാപ്പുറത്തൊരു കുത്ത്. ഒഴുകി വന്നതെന്താ? രക്തത്തോടുകൂടെ വെള്ളം. അതെന്താ വിളിച്ചു പറയുന്നത്? ഇനി രക്തമില്ല, അവസാനത്തുള്ള രക്തം വരെയും ഞാൻ നിങ്ങൾക്കായി ഊറ്റി തന്നിരിക്കുന്നു. നോക്കൂ, മാനവരാശിക്ക് വേണ്ടിയുള്ള സകല അനുഗ്രഹങ്ങളും പിതാവായ ദൈവം യേശുക്രിസ്തുവിൻ്റെ ആ ശരീരത്തിൽ അടക്കം ചെയ്താണ് ഭൂമിയിലേക്ക് അയച്ചത്.
അത് മുഴുവൻ നമ്മളെ രക്ഷിക്കേണ്ടതിന് വേണ്ടിയുള്ളത് മുഴുവൻ നമുക്ക് വേണ്ടി ക്രിസ്തു പകർന്നു തന്നു. ഒന്നും മിച്ചം വെക്കാതെ നമുക്ക് വേണ്ടി പകർന്നു തന്നവൻ്റെ പാകോടമ്പടിയാണ് ആ ക്രൂശ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാ ക്രിസ്തു ഇതൊക്കെ സഹിച്ചത്? അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്നത് എന്തിനു വേണ്ടിയാണ്? പുസ്തകത്തിലെ പത്രോസ് ഇങ്ങനെ പറഞ്ഞു, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമാകുന്ന നമ്മുടെ നടപ്പിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുന്നത് വെള്ളി, പൊന്ന് മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി. എവിടെ നിന്ന്? പാപത്തിൽ നിന്ന്. എവിടെ നിന്ന്? ശാപത്തിൽ നിന്ന്. പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും പരിണിത ഫലമായ ആത്മമരണത്തിൽ നിന്ന്, നിത്യ ന്യായവിധിയിൽ നിന്ന്, നമ്മുടെ ആത്മാവ് ചെന്ന് പതിക്കുവാൻ പോകുന്ന എരിനരകത്തിൽ നിന്ന്, ഇവകളിൽ നിന്നൊക്കെ നമ്മളെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു കാൽവറിയിൽ രക്തം ചിന്തി. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. നോക്കൂ, നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ വേറെ ഒരു മാർഗവുമില്ല, ഒരു വഴിയുമില്ല. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തമാണ് നമ്മളെ വീണ്ടെടുക്കുന്നത്. അതിനാണ് അവസാനത്തുള്ള രക്തം വരെയും യേശു ക്രിസ്തു ഊറ്റിത്തന്നത്. ഈ ലോകത്തിലെ വെള്ളിക്കും ലോകത്തിലെ മുഴു സമ്പത്തും കൊടുത്താൽ കിട്ടാത്തതാണ് നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പെന്ന് പറയുന്നു. ലോകത്തിലെ സമ്പത്തുകൾക്കൊന്നും പാപത്തിൽ നിന്നോ നിത്യ നരകത്തിൽ നിന്നോ നമ്മളെ വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല. പഴയ നിയമം പരാജയപ്പെട്ടത് അവിടെയാണ്. പഴയ നിയമത്തിൽ ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, സങ്കീർത്തനം 49 7, 8, 9 ഭാഗങ്ങളിൽ, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിനെ അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല. സഹോദരനെ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്ക് കഴിയും? പഴയ നിയമത്തിൽ ചോദിക്കുകയാണ്. പഴയ നിയമത്തിൽ ചീച്ചിയൊഴുകിയ മൃഗബലിയിൽ നിന്നൊഴുകിയ ആ മൃഗരക്തങ്ങൾ മനുഷ്യൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള ഒരു വൃഥ യജ്ഞമായിരുന്നു, ഒരു പരിശ്രമമായിരുന്നു. അത് സാധ്യമായില്ല. അതിൻ്റെ ആവർത്തനങ്ങൾ തന്നെ ആ മൃഗബലി കൊണ്ടും ആ മൃഗരക്തം കൊണ്ടും പാപത്തിന് പരിഹാരം ഉണ്ടാകില്ല എന്നുള്ളത് കാണിക്കുക. എത്രയോ കോടി ഗ്യാലൻ കണക്കിന് രക്തമാണ് ബലികളിൽ നിന്ന് ഒഴുകി വന്നത്, ഈ മണ്ണ് കുടിച്ചത്. നോക്കൂ, ശലോമോൻ രാജാവിൻ്റെ നമുക്കറിയാവുന്ന ചില യാഗങ്ങളെപ്പറ്റി പറയാം. ശലോമോൻ രാജാവ് ദേവാലയ പ്രതിഷ്ഠ സമയത്ത് അർപ്പിച്ച മൃഗങ്ങളുടെ എണ്ണമുണ്ട്. 1 രാജാക്കന്മാർ 8:63 20,000 കാളകളെയും 1,20,000 ആടുകളെയുമാണ് ബലിയർപ്പിച്ചത്. അതിൻ്റെ രക്തമാണ് ചിന്തിയത്. അക്ഷരാർത്ഥത്തിൽ യെരുശലേം ദേവാലയത്തിൻ്റെ മുമ്പുള്ള ഫീൽഡുകളെല്ലാം, വയലുകളെല്ലാം രക്തപ്പുഴയായി തീർന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ആ രക്തത്തിന് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്താൻ പറ്റിയില്ല. ചരിത്രകാരനായ ജോസിഫസ് ഒരു ഭാഗത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമൻ ചക്രവർത്തിയായ നീറോ ഭരിക്കുന്ന കാലത്ത് ഒരു വർഷം യഹൂദന്മാരുടെ പെസഹ സമയത്ത് കഴിച്ച യാഗമൃഗങ്ങളുടെ എണ്ണം 2,56,000 ആടുകളെയാണ് യാഗം കഴിച്ചതെന്ന്. ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ആടുകളെയും കാളകളെയും ഇങ്ങനെ ആവർത്തിച്ച് അതിൻ്റെ രക്തം ഇങ്ങനെ ഒഴുക്കുന്നതും അതിനെ യാഗം കഴിക്കുന്നതും വെളിപ്പെടുത്തുന്നത് മൃഗബലിക്കൊന്നും മൃഗത്തിൻ്റെ രക്തത്തിനൊന്നും മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്നില്ല എന്നുള്ളത്. എന്നാൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം ഒരിക്കലായി മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിക്കുവാൻ ഒരിക്കലായി യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായി തീർന്നു. അവൻ്റെ ആ പരമയാഗത്തിൽ നിന്ന് ചിന്തിയ വിലയേറിയ രക്തം കൊണ്ട് സകല മാനവരാശിയുടെയും പാപത്തിന് പരിഹാരവും അകൃത്യങ്ങൾക്ക് മോചനവും ശാപങ്ങൾക്ക് പരിഹാരവും ഒക്കെ വരുന്നു.
എന്താ അതിൻ്റെ തെളിവ്? കോടാനുകോടി ആളുകൾ ഇന്നത് അനുഭവിക്കുന്നു. മദ്യപാനികൾ, കൊള്ളക്കാര്, കൊലപാതകന്മാർ. ആർക്കെന്നെ വിടുവിക്കുവാൻ കഴിയുമെന്ന് ചോദിച്ചുകൊണ്ട് ധാരാളം ആളുകൾ ഇന്നും യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്തിന് മുമ്പിൽ മുട്ടുകുത്തുകയാണ്. യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചു കഴിയുമ്പോൾ പിന്നെ അവർ ശുദ്ധരാകുകയാണ്. പിന്നെ ആ പാപപ്രവൃത്തി അവരിൽ നിന്ന് വെളിപ്പെട്ട് വരുന്നില്ല. രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, ആ ക്രൂശിൽ നിന്ന് ഒഴുകിയ വിലയേറിയ രക്തം കൊണ്ട് നമുക്ക് പാപമോചനമുണ്ട്. നിന്റെ പാപം എത്ര കടിച്ചുവപ്പായിരുന്നാലും അത് ഞാൻ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. മനുഷ്യൻ്റെ എല്ലാ പാപങ്ങളെയും കഴുകിക്കളഞ്ഞ് മനുഷ്യനെ ശുദ്ധമാക്കി തീർക്കുവാനുള്ള ഒറ്റ മാർഗമേ ഉള്ളൂ, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താലുള്ള കഴുകൽ. പിതാവായ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുക്കുവാൻ താല്പര്യപ്പെടുന്നു. താല്പര്യമുണ്ടോ? എന്നും ഒരു പാപിയായി ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? മദ്യപാനിയായി, കൊലപാതകനായി, മനസ്സാക്ഷി കുത്തലോടുകൂടെ മരിച്ചാൽ എങ്ങോട്ട് പോകും, ആത്മാവ് എങ്ങോട്ട് പോകുമെന്ന് നിശ്ചയമില്ലാത്തവനായി എന്തിനീ ലോകത്തിൽ ഉഴന്ന് ജീവിക്കുന്നു? ഇത് സകല പാപങ്ങളും മോചിക്കുവാൻ, സകല അകൃത്യങ്ങളും ഇല്ലായ്മ ചെയ്യുവാൻ ഇത് ഒരു ഉറവ പിതാവായ ദൈവം തുറന്നിട്ടുണ്ട്. അത് യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശ്. ആ രക്തം ചിന്തി നമ്മളെ വീണ്ടെടുത്തു. നമ്മളെ വീണ്ടെടുക്കുവാൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ട് ക്രിസ്തു മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു. മരിച്ച ക്രിസ്തുവല്ല, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മുടെ ക്രിസ്തു. പിതാവിൻ്റെ സന്നിധിയിലേക്ക് സ്വർഗാരോഹണം ചെയ്തു. ഇന്ന് പിതാവിൻ്റെ വലത്തു ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. അപ്പോൾ യേശു ക്രിസ്തുവിന് താൻ പറഞ്ഞ അവകാശങ്ങളെല്ലാം നിറവേറ്റുവാൻ കഴിയുമെന്നുള്ളതിൻ്റെ തെളിവ് തൻ്റെ റിസറക്ഷനാണ്. താൻ ഉയർത്തെഴുന്നേറ്റു. ഇന്നും യേശു ക്രിസ്തുവിൻ്റെ രക്തം ജനകോടികളെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇനിയും പാപത്തിൻ്റെ ഗിൽറ്റി കോൺഷ്യസുമായിട്ട് മുമ്പോട്ട് പോകേണ്ട കാര്യമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ എന്തെല്ലാം തിന്മകൾ ചെയ്തു കൂട്ടിയെങ്കിലും, എന്തെല്ലാം അനാശാസ്യമായ പ്രവൃത്തികൾ ചെയ്തെങ്കിലും വിഷമിക്കേണ്ട കാര്യമല്ല. ഇപ്പോൾ ഈ കാലത്ത് അതിനെല്ലാം ശുദ്ധീകരിച്ച് കഴുകി നിങ്ങളെ ഒരു പുതിയ വസ്ത്രം പോലെ ആക്കി തീർക്കുവാൻ കഴിവുള്ള ഒരുവനുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് ഒന്ന് നോക്കൂ. അവിടെ ഒഴുകി വരുന്ന ആ വിലയേറിയ രക്തം നമ്മളെ ഒന്ന് കഴുകുവാൻ ഏൽപ്പിച്ചു കൊടുക്കൂ. ശുദ്ധരായി തീരൂ. ഇനിയുള്ള കാലം ഒരു വിശുദ്ധനായി ജീവിക്കാം, ദൈവവുമായി ബന്ധപ്പെട്ട് ജീവിക്കാം, ഒരു നല്ല മനുഷ്യനായി ജീവിക്കാം. അതിനൊറ്റ മാർഗമേ ഉള്ളൂ, യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുക. ഗോഡ് ബ്ലെസ് യു.